പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത റാന്നി പിന്നിട്ടെത്തുന്ന മന്ദമരുതി ഇന്നലെ രാത്രി 7 മണിക്കായിരുന്നു സംഭവം. കാറിൽ നിന്നും പുറത്തിറങ്ങിയ അമ്പാടി സുരേഷിനെ മറ്റൊരു വാഹനം വന്നിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ അമ്പാടി ബോണറ്റിലേക്ക് വീണു. പിന്നാലെ റോഡിലേക്കും. യുവാവിന്റെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങി. റോഡ് അപകടത്തെ തുടർന്നുള്ള മരണം. ആദ്യ വിവരം ഇങ്ങനെ തന്നെയായിരുന്നു. റാന്നി പോലീസ് FIR രജിസ്റ്റർ ചെയ്തതും ഇങ്ങനെ തന്നെ. എന്നാൽ രാത്രി വൈകി ലഭിച്ച വിവരമാണ് സാധാരണ അപകട മരണമല്ല, ഇതൊരു കൊലപാതകമാണ് എന്നതിന്റെ സൂചനകൾ ലഭ്യമാക്കിയത്. സംഭവ സമയം ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ രാത്രി വൈകിയാണ് കൃത്യമായ വിവരങ്ങൾ കുടുംബാംഗങ്ങളോട് പോലും പങ്കുവച്ചത്. പോലീസ് നൽകുന്ന വിവരം ഇങ്ങനെയാണ്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അമ്പാടിയുടെ സഹോദരങ്ങൾ വിനു, വിഷ്ണു, സുഹൃത്ത് മിഥുൻ എന്നിവർ റാന്നിയിൽ വഴിയോരത്ത് നിൽക്കവേ കാറിലെത്തിയ പ്രതികൾ അകാരണമായി അസഭ്യം പറഞ്ഞു. ഇവരെ പിന്തുടർന്ന 3 അംഗ സംഘം ബിവറേജസ് ചില്ലറ വിൽപ്പനശാലയ്ക്ക് വെളിയിൽ പ്രതികളിൽ അസഭ്യം വിളിച്ച അജോയെ തല്ലി. തുടർന്ന് സ്ഥലത്തു നിന്നും കടന്നു. ചേത്തക്കൽ സ്വദേശികളായ പ്രതികൾ മൂവർ സംഘത്തെ അന്വേഷിച്ച് അമ്പാടിയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കി. ഇതറിഞ്ഞ സഹോദരങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയിരുന്ന അമ്പാടിയെ വിളിച്ചു വരുത്തി. തുടർന്ന് ഇരു സംഘങ്ങളും രാത്രി റാന്നി മന്ദമരുതിയിൽ കണ്ടു. അപ്പോഴാണ് വാഹനമിറങ്ങിയ അമ്പാടിയുടെ നേർക്ക് കാർ ഓടിച്ചു കയറ്റിയത്. അവനങ്ങനെ വഴക്കിൻ്റെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ എല്ലാം അവൻ്റെ നല്ല കൂട്ടുകാരൊക്കെയാണ്, അങ്ങനെ പോകുന്നുള്ളേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു വൈരാഗ്യമുള്ളതായിട്ട് എനിക്കറിയത്തില്ല ഇതേവരെ. നിർത്താതെ പോയ കാർ പ്രതി അരവിന്ദന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. ഇയാളെ കൂടാതെ ചേത്തക്കൽ സ്വദേശി അജോ, ശ്രീകുട്ടൻ എന്നിവരും പ്രതികളാണ്. എറണാകുളത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇടത്തു നിന്നാണ് ഇവരെ പിടികൂടിയത്. പ്രതികളിൽ ചിലർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. കൊല്ലപ്പെട്ട അമ്പാടി പിക്കപ്പ് വാഹനത്തിൽ കച്ചവടം നടത്തി വന്ന ആളാണ്. അമ്പാടിയുടെ വയറ്റിലൂടെ കാർ കയറിയിറങ്ങി. വാരിയെല്ലുകൾ ഒടിഞ്ഞ നിലയിൽ, ശരീരമാസകലം ഉരഞ്ഞ പാടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തുന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദ റിപ്പോർട്ട് തന്നെയാകും കേസിൽ നിർണായകമാവുക. റാന്നിയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.